മോളെ ഒരു 10 മണിക്ക് ശേഷം വന്നോളൂ. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് വന്നാ മതി. കാരണം ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ മറ്റാരും തന്നെ ഇല്ല എന്നെ ഒന്ന് സഹായിക്കാനും ഒന്നും. ഇന്നുവരെ നിങ്ങളുടെ ഒരു ചാനലും അക്കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടേ ഇല്ല. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും വന്നാൽ തന്നെ എന്നെ ഒന്ന് സഹായിക്കത്തു കൂടിയില്ല. അതെല്ലാം നിങ്ങൾ വരുമ്പോ ആ ഇന്റർവ്യൂ ചാനലില് ഞാൻ പറയുന്നു. കാരണം നിങ്ങളൊക്കെ വന്നിട്ട് ഒന്ന് കസേര എടുക്കാനോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ എന്നെ ഒന്ന് സഹായിക്കാനോ ഒന്നും ഇവിടെ ആരുമില്ല. നിങ്ങളെല്ലാം ഇന്റർവ്യൂ എടുക്കാൻ ഓടിച്ചാടി വരും. പക്ഷെ വരുന്ന ആള് ആരുടെ അടുക്കലേക്കാണ് വരുന്നത് എന്നും കൂടെ മനസ്സിലാക്കണം. ഒരുപാട് കഴിവും കാര്യവും ഒക്കെ ഉള്ള ഒരാളാ, ഒരു കാര്യം മാത്രം ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ അങ്ങനെ ഒരാളുടെ അടുക്കലേക്ക് വരുമ്പോഴേ നിങ്ങൾ മാറി നിൽക്കാതെ ഇവിടുത്തെ ഒരു അംഗത്തെ പോലെ നിങ്ങൾ വന്നിട്ട് ഒരു അല്പനിമിഷം ഒന്ന് ചില കാര്യങ്ങളൊന്ന് ഏർപ്പെടണം. നിങ്ങൾക്ക് അപരിചിതരെ പോലെ മാറി നിൽക്കും. അതെനിക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നു. ഞാൻ എല്ലാ ജോലിയും എനിക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കസേര ഇങ്ങോട്ട് ഇട്ട് ഞാൻ തന്നെ വേണം നിങ്ങൾക്കും കൂടെ കസേര എടുത്തോണ്ട് വരേണ്ടത്. നിങ്ങൾ ആരും വരുന്നവരാരും ഒന്ന് സഹായിക്കത്ത് പോലും ഇല്ല. ഞാൻ ഇതെല്ലാം എന്റെ ചാനലിൽ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ പറയുന്നത് കൊണ്ടാകണം കസേര എടുത്തോണ്ട് വരാനും ഒക്കെ ആളുകൾ സഹായിക്കും. ഇവിടെ വരുന്ന ഒരു ചാനൽ പ്രവർത്തകർ അതിനോടൊപ്പം തന്നെ എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു എല്ലാവർക്കും എന്റെ ഇന്റർവ്യൂ മതി. ഇന്റർവ്യൂ മീൻസ് വെറുതെ പഴയ കാര്യം തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്നൊരു പുതിയ മാറ്റം ഉണ്ടാകുന്നില്ല. എന്നെ ഒന്ന് സഹായിക്കുന്നില്ല നിങ്ങൾ ആരും. വന്ന് എന്റെ നാവിൽ നിന്ന് എന്ത് വീഴുന്നുവോ അതും പറക്കിയെടുത്തോണ്ട് പോവുക. അല്ലെങ്കിൽ ഒരു കൈസഹായം പോലും നിങ്ങളെ കൊണ്ട് ആരെയും കൊണ്ടും ഇല്ല. മനസ്സിലായോ? അതല്ല വേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഇവിടുത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും തന്നാല് അതൊക്കെ തന്നെ നിങ്ങളുടെ ചാനലിൽ ഇടണം. കാരണം എന്റെ ഉപജീവന മാർഗമാണ് അതൊക്കെ. പല ചാനലുകാരും അങ്ങനെ ഇട്ടിട്ടില്ല. അവരൊക്കെ മറച്ചു വെക്കും. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ മറച്ചു വെക്കുന്നത്? നാഗസൈരന്ധ്രി ദേവിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കുറച്ചിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നവർ ഇങ്ങോട്ട് വരരുത്. എന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് വരരുത്. കാരണം എന്റെ ഉപജീവന മാർഗം ഞാൻ ഇവിടെ ചെയ്യുന്ന എന്റെ വരുമാന മാർഗത്തെ ആ വരുന്ന ചാനലുകാര് പ്രസിദ്ധപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തോ വലിക്കാനാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത് എന്ന് ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ മോൾക്ക് ഈ തന്ന വോയിസ് അല്ലെങ്കിൽ ഈ ശബ്ദ സന്ദേശം ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇടുകയാണ്. മോള് വിഷമിക്കേണ്ട. നിങ്ങളുടെ ചാനലിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഓരോ ചാനലുകാർ ഇന്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴും എനിക്കൊരു സഹായം ഉണ്ടാകുന്നില്ല മോളെ. അവരൊക്കെ തന്നെ ആവർത്തന വിരസത ഉണ്ടാകുന്ന കാര്യങ്ങളാ. പണ്ടെങ്ങനെയാണോ ആളുകളൊക്കെ ഇവിടെ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ. ഇതിൽ നിന്നും ഒരു മാറ്റം വരുന്നില്ല. നേരിട്ട് എന്റെ വീടും പരിസരവും എന്റെ ചുറ്റുവട്ടവും ഒക്കെ കണ്ടിട്ട് പോലും ഒരു ദയവ് ആർക്കും ഇല്ല. അല്ലെങ്കിൽ എന്റെ അവസ്ഥകൾ, എന്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളെ കുറിച്ച് യാചിച്ചു പറഞ്ഞിട്ട് പോലും ഈ വരുന്നവരാരെങ്കിലും ഒരു കൈസഹായം തരുന്നില്ല. ജസ്റ്റ് ആ കസേര ഇവിടെ 3 തുണ്ടായിട്ട് 3 പുരയിടായിട്ട് കിടക്കുകയാണ്. ഏറ്റവും മുകളിലത്തെ പുരയിടത്തിലാണ് ഈ ശില്പം ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പോഴേ ആദ്യം വരുമ്പോൾ ഞാൻ ഏറ്റവും താഴത്തെ ആ പുരയിടത്തിലാണ് അവർക്കൊക്കെ കസേരയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ നല്ല വെയിലും മഴയൊന്നും വീഴാതെ നിൽക്കാനുള്ള ഒരു ഇടമില്ല. അപ്പൊ ഇത്തിരി നല്ല തണുപ്പുള്ളതും തുറസായ ഒരു അന്തരീക്ഷം താഴെ ആ വയൽഭാഗത്താണ്. അതുകൊണ്ടാണ് കസേര അവിടേക്ക് കൊണ്ടുവരുന്നത്. അല്ലാതെ നിങ്ങള് ഇരുട്ട് വ്യാപിക്കുന്ന ഒരു മുറിയിലേക്കല്ല ഞാൻ കൊണ്ടുപോകുന്നത്. തുറസായ ഒരു സ്ഥലത്താണ് കസേരയൊക്കെ ഇട്ട്
വളരെ മനോഹരമായ വയൽ പ്രദേശം. ആ വയലിന്റെ ഭാഗത്താണ് നിങ്ങളെ അവിടെ ഇരുത്തിയാണ് ഞാനും നിങ്ങളുമായിട്ടുള്ള സംസാരം നടത്തുന്നത്. പിന്നെ ഇവിടുത്തെ ഓരോ എന്റെ ചിത്രങ്ങള്, ശില്പങ്ങള്, മറ്റു കാര്യങ്ങൾ അതൊക്കെ കാണാനും ഒക്കെ നമ്മൾ മുകളിലേക്ക് വരും. മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് താഴോട്ട് എടുത്തിട്ട കസേര തന്നെ ഞാൻ തന്നെ മുകളിലേക്ക് എടുത്തോണ്ട് വരണം. ആ വരുന്നവർ കയ്യും വീശി വരും, എന്നാ ഒന്ന് എടുക്കാം. അവര് പല ചാനലിലും പറഞ്ഞിട്ടുണ്ട് അവരുടെ ശാരീരിക സുഖമില്ലായ്മയെ കുറിച്ച്. എന്നാ ആ കസേരയെങ്കിലും ഒന്ന് എടുത്ത് മേപ്പോട്ട് കൊണ്ടുപോകാം. ഒരു ചെറുപ്പക്കാരും അതിന് തുനിയുന്നില്ല. വാവിട്ട് പറഞ്ഞാലും ആരും അതിനൊന്നും മുന്നിട്ട് ഇറങ്ങുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ് ഇവിടെ വരുന്നവര് കസേര എടുത്തു കൊണ്ടുവന്ന് വെക്കലും, അവർ തന്നെ ഇരുന്ന കസേര, വേറെ ആരും ഇരുന്ന കസേര ഞാൻ എടുക്കാൻ പറയുന്നില്ല. അവർ തന്നെ ഇരുന്ന കസേര അവരെടുത്ത് മേലോട്ട് കൊണ്ടുവന്ന് ആ കസേരക്കകത്തിലിരുന്ന് പിന്നീട് വീഡിയോ ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും കൊടുക്കുന്ന വകകള് അതെല്ലാം അവര് വെളിയിലോട്ട് പബ്ലിസിറ്റി ചെയ്യത്തില്ല. എന്തുകൊണ്ട്? ഞാൻ വ്യക്തിപരമായിട്ട് അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങള് അത് വ്യക്തിപരമായിട്ട് ആണ് എന്നുണ്ടെങ്കിലും അതല്ല. കാരണം പലരിൽ നിന്നും അതാണ് എന്റെ ഉപജീവന മാർഗം. ചിലർക്ക് ഞാൻ വെറുതെ കൊടുക്കും, ചിലർക്ക് ഞാൻ എനിക്ക് പണം ആവശ്യമായിട്ട് വരുമ്പോ പണത്തിനും കൊടുക്കും. അത് നിങ്ങളുടെ ചാനലിലൂടെ ഒക്കെ ഇട്ട് 4 പേര് അറിഞ്ഞാലല്ല ഇവിടേക്ക് ആളും പേരും വരുള്ളൂ. നിങ്ങളുടെ ചാനലിന് ഒരു വളർച്ച വേണമെങ്കിൽ അത്തരം രസകരമായ കാര്യങ്ങൾ കണ്ടും കേട്ടും ആളുകൾക്കും കൂടെ എന്തെങ്കിലും കാണുകയും കേൾക്കുകയും കൂടി വേണം. അപ്പം നമ്മള് ഈ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അല്ലാതെ പണ്ട് പുരാതന കാലം മുതലേ അഭിമുഖം എന്ന പേരിൽ നടത്തുന്ന കള്ള കാപട്യങ്ങളെ ഞാൻ തുറന്നു കാട്ടും. ഓരോ പാവങ്ങളുടെയൊക്കെ വീട്ടിൽ ചെന്നിട്ട് അഭിമുഖം നടത്തുവാന്ന് പറഞ്ഞുകൊണ്ട് ആ ദരിദ്രരെ എല്ലാം പിടിച്ച് കസേരയെ കൊണ്ടിരുത്തി അവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. എന്നാ അവരുടെ വീടിന് വേണ്ടിയോ അവരുടെ ചുറ്റുവട്ടത്തെ വേണ്ടിയോ അവർക്ക് കേറിക്കിടക്കാനായിട്ട് ഒരു ഇടത്തിന് വേണ്ടി ആരെങ്കിലും ഇന്നുവരെ സഹായിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇത്തരം കള്ളത്തരത്തെ അല്ലേ ഞാൻ തുറന്നു കാട്ടും. അപ്പൊ അതല്ല വേണ്ടുന്നത്. നമുക്ക് എല്ലാത്തിനും പണം വേണം, നമുക്ക് ആൾബലം വേണം, നമുക്ക് സഹായം വേണം. അതെല്ലാം മനസ്സിലാക്കണം. ഓരോ വ്യക്തിയും അത് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ തരുവാണെങ്കിൽ അത് വാങ്ങിക്കണം. അതുപോലെ തന്നെ അത് ചാനലിൽ അത് പബ്ലിസിറ്റി ചെയ്യണം. അങ്ങനെയുള്ളവര് മാത്രം വന്നാൽ മതി കുട്ടി. മോള് പേടിക്കണ്ട. നിങ്ങളുടെ ചാനലിന്റെ പേരൊന്നും ഞാൻ പറയില്ല. കാരണം പല ചാനലുകളും ഇവിടെ വന്നു പോയിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് ആരായി എന്തുവാ എന്നൊന്നും ആർക്കും അറിയത്തില്ല. ഇത് ഞാൻ എടുത്ത് യൂട്യൂബ് ചാനലിലേക്ക് ഇടുമ്പോഴേ. കാരണം എന്റെ വയ്യായ്മകളെ എനിക്കല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളൊക്കെ ചെന്ന് മറ്റുള്ളവരെ സഹായിക്കുന്നു, മറ്റുള്ളവർ എടുത്ത് അടുക്കളയിലേക്ക് പോയിട്ട് അവരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത്തരം ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ട് ഇന്റർവ്യൂ എടുത്തു പറയും, ഇവരെ നമുക്ക് സഹായിക്കണം, ഇവർക്ക് വീട് വെച്ച് കൊടുക്കണം, അവർക്ക് അങ്ങനെ കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം. പക്ഷെ എന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ആർക്കും അങ്ങനെ പറയണ്ട. അതെന്താണ്? അത് ആ വേർതിരിവ് എന്തിനാണ് കാട്ടുന്നത്? ഞാൻ എന്താ ഈ ശൂന്യതയിൽ ഈ ചോർന്നൊലിച്ചു കിടക്കുന്ന വീട്ടിൽ കഴിയണോ? നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വർത്തമാനവും വേണം, എന്റെ വീഡിയോസുകളും വേണം, എല്ലാം വേണം. എന്നാൽ ഞാൻ എങ്ങനെയാണ് കിടക്കുന്നത്? എനിക്ക് നല്ല കയറി കിടക്കാനായിട്ടൊരു വീടുണ്ടോ? അല്ലെങ്കിൽ അത് ആര് വെച്ചു കൊടുക്കും? അതിനാളുണ്ടോ? അതിനാൾക്കാരുണ്ടോ? അതിന് സഹായികളുണ്ടോ? സഹായികളില്ലെങ്കിൽ ഞങ്ങൾ അതിനകത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാം. ആരും ഇല്ലെങ്കിൽ ഞങ്ങളുണ്ട്, ഞങ്ങളും കൂടെ കൂടി നിൽക്കാം എന്ന് ഏതെങ്കിലും ഒരു ചാനൽ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും അതിന് മുന്നോട്ട് വന്നിട്ടുണ്ടോ? നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറണം. വ്യത്യസ്തമായ ചിന്തയിലൂടെ ഇനി കടക്കണം. ഓരോ വീട്ടിലും ചെന്നിട്ട് അതിൽ നിന്നൊക്കെ മാറണം. ഒരു കസേര അങ്ങോട്ട് എടുത്ത് ഇടുക, ഒരു മേശം കൊണ്ട് ഇടുക,
അതിന്റെ അപ്പുറം അപ്പുറം ഇരുന്ന് ചിരിച്ചു മറിഞ്ഞ് ഒരു ഇന്റർവ്യൂ അങ്ങ് എടുക്കുക. അത് മാത്രം പോരാ. അതല്ല സാമൂഹ്യ പ്രവർത്തനം, ജേർണലിസം അത് മാത്രം അങ്ങ് ഒതുങ്ങി കൂടരുത്. ഞാനും ഒരു ജേർണലിസ്റ്റ് ആണ്. എനിക്കും ചാനലുണ്ട്. ഞാൻ ഒന്നാം തരം ലോകത്തിലെ ഏറ്റവും വലിയൊരു ജേർണലിസ്റ്റ് ആണ് ഞാന്. പത്രപ്രവർത്തനം എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ എന്റെ അടുക്കൽ വന്ന് ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ലെന്ന് പറയും. ഓക്കെ മോളെ, അപ്പൊ ഞാൻ എന്തെങ്കിലും ഇവിടുന്ന് തരുവാണെങ്കിൽ അത് വാങ്ങിച്ച് ആ ചാനലില് അതിടണം. അല്ലാതെ എന്റെ വായിന്ന് വരുന്നത് മാത്രം നിങ്ങൾ എടുത്തിടാൻ നിൽക്കരുത്. ഞാന് നിങ്ങളുടെ ചാനലിന്റെ പേര് പറഞ്ഞ് ഞാൻ എന്റെ ചാനലിയുടെ ആ കളത്തരത്തെ ഞാൻ പൊളിച്ചു പറയും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ചാനലിന്റെ പേരൊന്നും പറയില്ല കേട്ടോ. എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ അത് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാൻ കൊടുത്തു, അല്ലെങ്കിൽ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാൻ കൊടുത്തപ്പോൾ നിങ്ങൾ വാങ്ങിച്ചില്ല, പിന്നെ എന്തിനാണ് എന്റെ ഇന്റർവ്യൂ എടുക്കാൻ വന്നത് എന്നൊക്കെ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയും. അപ്പൊ അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് മോളെ കാര്യം പറയുന്നത് കേട്ടോ. അത് വേണ്ട. പലരും എങ്ങനെയാ മോളെ എന്റെ അരികിൽ വന്നിട്ട് പലരും പലതും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അതൊക്കെ അങ്ങ് ഒളിച്ചു വെക്കും, വെളിയോട്ട് പറയത്തില്ല. മനസ്സിലായോ? എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതൊന്നും പറയത്തില്ല. അതുപോലെ ചിലർ ഇവിടെ വന്നിട്ട് പറയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെറും കൈയോട് കയറി വരുന്നവരുണ്ട്. അവരിങ്ങോട്ട് വന്നിട്ട് പറയുന്ന എങ്ങനെ, ഞങ്ങൾക്കൊന്നും വേണ്ട, നാഗയുടെ കയ്യിൽ നിന്ന് ഒന്നും വേണ്ട. അവരുടെ വിചാരം അവരങ്ങനെ പറഞ്ഞ് ഇവിടേക്ക് കയറി വരുന്നോണ്ട് എനിക്കെന്തോ സുഖം കിട്ടുമെന്നാ. എനിക്കൊരിക്കലും സുഖം കിട്ടില്ല. കാരണം അവരെനിക്ക് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. എന്തെങ്കിലും ഒരു വക കൊണ്ടുവരണ്ടേ, എന്നാലല്ല എനിക്കൊരു മനസമാധാനം. വയ്യാതിരിക്കുകയാണ്, എനിക്ക് പുറത്തു പോയി ജോലി പോലും ചെയ്യാൻ പറ്റാത്ത എന്റെ അരികിലേക്ക് വെറും കൈയോടാണ് ചിലര് കയറി വരുന്നത്. എന്നിട്ട് എന്റെ അടുക്കൽ വന്ന് പറയാം അവർക്കൊന്നും വേണ്ടായിരുന്നു. ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരാനെങ്കിലും ഉള്ള മനസ്സെങ്കിലും കാണിക്കുന്നവരുമില്ല. എന്നാ അതല്ല വേണ്ടത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തണം. ഓക്കെ മുത്തേ, ഓക്കെ മോളൂസേ.